മലയാള ന്യൂസിന്റെ പുതിയൊരു ലൈവിലേക്ക് വീണ്ടും ഒരിക്കൽ കൂടി സ്വാഗതം. നേരത്തെ യൂട്യൂബ് ഒരു ലൈവ് ടെലികാസ്റ്റ് ചെയ്തിരുന്നു. കേരള പോലീസ് അസോസിയേഷന്റെ 35ാമത് സംസ്ഥാന സമ്മേളനത്തിന്റെ സ്വാതന്ത്ര്യ രൂപീകരണവുമായി ബന്ധപ്പെട്ട ഒരു ലൈവായിരുന്നു. വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടിയാണ് ഇത് ഉദ്ഘാടനം ചെയ്തത്. മറ്റ് പോലീസ് ഓഫീസേഴ്സ് എല്ലാം പങ്കെടുത്തു. നിങ്ങൾ അത് ലൈവ് കാണാം. യൂട്യൂബിലാണ് അത് അപ്ലോഡ് ചെയ്തത്. എന്നാലും ഫേസ്ബുക്കിലും ഇൻസ്റ്റാഗ്രാമിലായിട്ട് ഈ ഒരു സമ്മേളനം ലക്ഷ്യം വെക്കുന്നത് എന്താണ് പോലീസ് സേന അല്ലെങ്കിൽ പോലീസ് ഓരോ ഉദ്യോഗസ്ഥരും അനുഭവിക്കുന്ന പ്രയാസങ്ങൾ, ഈ ഒരു സമ്മേളനം കൊണ്ട് എന്താണ് ലക്ഷ്യം വെക്കുന്നതെന്ന് നമുക്കിതിനെ ജനറൽ സെക്രട്ടറി കൂടിയ നമ്മോടൊപ്പം ഉണ്ട്. നമുക്ക് അവർ ചോദിക്കാം എന്താണ് ഈ ഒരു സമ്മേളനം കൊണ്ട് ഉദ്ദേശം എന്നുള്ളത്. എന്താണ് സത്യത്തിൽ ഇപ്പോൾ മന്ത്രി ശിവൻകുട്ടി പറഞ്ഞതുപോലെ, അതോടൊപ്പം തന്നെ പോലീസ് ഓഫീസേഴ്സ് പറഞ്ഞതുപോലെ ഒരുപാട് നല്ല കർമ്മങ്ങൾ ചെയ്തുകൊണ്ട് രാജ്യത്തിന് സേവനം അനുഭവിക്കുന്നവർ, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു അപാകത വന്നാൽ അത് മൊത്തം മീഡിയ ഉൾപ്പെടെയുള്ള ആളുകൾ അവർ ചെയ്യുമ്പോൾ ഈ ഒരു സമ്മേളനം എന്തൊരു മെസ്സേജാണ് പൊതുജനങ്ങൾക്ക് നൽകുന്നത്? ഒരു സർവീസ് സംഘടന എന്ന നിലയിൽ കേരളത്തിലെ പോലീസ് ഓഫീസർമാരുടെ സംഘടനയുടെ സംസ്ഥാന സമ്മേളനത്തിനാണ് തിരുവനന്തപുരം നഗരം ആതിഥേയത്വം വഹിക്കാൻ പറ്റുന്നത്. തീർച്ചയായിട്ടും നമ്മുടെ തൊഴിൽ മേഖലയിലെ ജീവനക്കാരുടെ ആവശ്യങ്ങളും അവകാശങ്ങളും ഉയർത്തിപ്പിടിക്കുന്ന ചർച്ചയ്ക്കൊപ്പം തന്നെ സാമൂഹ്യ പ്രതിബദ്ധതയിൽ ഊന്നി നിന്നുകൊണ്ട് പോലീസിന്റെ ഭാഗത്തു നിന്ന് കൂടുതൽ ജനോപകാരപ്രദമായി ഏതൊക്കെ രൂപത്തിലേക്കുള്ള പ്രവർത്തനങ്ങളാകാമെന്നത് സംബന്ധിച്ചും പോലീസ് എന്ന് നേരിടുന്ന വിഷമതകൾ, ബുദ്ധിമുട്ടുകൾ അവയെല്ലാം എങ്ങനെ പരിഹരിക്കാമെന്നതുമായി ബന്ധപ്പെട്ടുള്ള സംഘടനയുടെ നിർദ്ദേശങ്ങളടക്കം അധികാരികൾക്ക് നൽകുക എന്നത് തന്നെയാണ് ഈ സമ്മേളനവും ലക്ഷ്യം വയ്ക്കുന്നത്. തീർച്ചയായിട്ടും അദ്ദേഹം നേരത്തെ സൂചിപ്പിച്ചതുപോലെ കേരളത്തിലെ പോലീസ് ചെയ്യുന്ന ജോലി ഇതര തൊഴിൽ മേഖലകളിൽ നിന്നും തികച്ചും വ്യത്യസ്തമായ ജോലിയാണ്. ഏതെങ്കിലും ഒരു സർവീസ് നൽകുന്ന ഒരു ഓഫീസ് എന്നതിനപ്പുറം ജനങ്ങളുടെ പ്രശ്നങ്ങൾ, ജനങ്ങൾക്കിടയിൽ ഉണ്ടാകുന്ന പരസ്പര ഏറ്റുമുട്ടലുകൾക്കിടയിൽ നിന്നുകൊണ്ട് ആ പ്രശ്നം പരിഹരിക്കേണ്ട പ്രവർത്തനമടക്കം ഏറ്റെടുക്കേണ്ട വിഭാഗം എന്ന നിലയിൽ പോലീസ് വിമർശന വിധേയമാവുക സ്വാഭാവികമാണ്. ഇത്തരത്തിൽ നിയമം കൈകാര്യം ചെയ്യുന്ന വിഭാഗമെന്ന നിലയിൽ പോലീസിനെതിരായ വികാരം മുതലെടുക്കുന്നതിന് വേണ്ടി ഒരു പക്ഷേ അടിസ്ഥാനമില്ലാത്ത ആക്ഷേപങ്ങളും ആരോപണങ്ങളും അടക്കം പോലീസിനെതിരെ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ചിലർ നടത്തുന്ന പ്രചരണങ്ങളെ മാധ്യമങ്ങളടക്കം ഏറ്റെടുത്തുകൊണ്ട് വലിയ വാർത്തയാക്കി പോലീസിനെ പൂജിക്കുന്ന സാഹചര്യം ഇടയ്ക്കിടയ്ക്കെങ്കിലും ഉണ്ടാകാറുണ്ട്. തീർച്ചയായിട്ടും അത്തരത്തിൽ മുൻകാലങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി അത്തരം ആക്ഷേപങ്ങളും ആരോപണങ്ങളും വന്നാൽ അതിന്റെ വസ്തുത അല്ലെങ്കിൽ ജെന്യൂനിറ്റി അന്വേഷിച്ചതിന് ശേഷം മാത്രമേ നടപടികൾ ഉണ്ടാകാവൂ എന്ന സംഘടന ഇതിനു മുമ്പ് തന്നെ ആവശ്യപ്പെട്ടതിനനുസരിച്ച് ഇന്ന് കൃത്യമായ അന്വേഷണങ്ങളിലൂടെ മാത്രം നടപടി വന്ന സാഹചര്യം വന്നതുകൊണ്ട് തന്നെ കുറേയധികം പ്രതിസന്ധികൾ ഒഴിവാക്കപ്പെട്ടിട്ടുണ്ട്. തീർച്ചയായിട്ടും നമ്മൾ ഇന്ന് അനുഭവിക്കുന്ന, ഈ നാട് അനുഭവിക്കുന്ന വിലയേറിയ ചില വിഷയങ്ങളാണ്. ഇന്നിപ്പോൾ മയക്കുമരുന്നിന്റെയും രാസലഹരികൾ കേരളത്തിലേക്ക് ഒഴുകുന്നതുമായി ബന്ധപ്പെട്ടടക്കം മാധ്യമങ്ങളിലുമൊക്കെ വലിയ വാർത്തകൾ വരുന്നുണ്ട്. ദൗർഭാഗ്യവശാൽ ഇന്ത്യൻ പാർലമെന്റിലടക്കം മറുപടി പറയുന്ന സാഹചര്യം ആഭ്യന്തരമന്ത്രിയിൽ നിന്നുണ്ടായതിൽ കേരളത്തിലാണ് ഏറ്റവും കൂടുതൽ കേസ്. ഇന്ത്യയിൽ റിപ്പോർട്ട് ചെയ്യപ്പെടുന്ന NDPS കേസുകളിൽ 30.8% കേരളത്തിലാണ് എന്ന് പ്രസ്താവിച്ചതിന് ഒരു നെഗറ്റീവ് പ്രചരണം കേരളത്തിനെതിരെ നടത്തുവാൻ വേണ്ടി അടക്കം ഉപയോഗിക്കപ്പെടുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. തീർച്ചയായിട്ടും ഇത് ഡിറ്റക്ഷൻ രംഗത്ത് കേരളത്തിലെ പോലീസിന്റെ മികവാണ് കാണിക്കുന്നത് എന്ന യാഥാർത്ഥ്യം മറച്ചുവെച്ചുകൊണ്ടാണ് ഇതിന്റെ ഉൽപാദന കേന്ദ്രങ്ങൾ, ഏറ്റവും കൂടുതൽ മയക്കുമരുന്ന് ഉപയോഗിക്കുന്ന നാട് അവിടെയെല്ലാം തന്നെ വളരെ നാമമാത്രമായ, ഇപ്പോൾ ഗോവ പോലൊരു സ്റ്റേറ്റിലെ കഴിഞ്ഞ വർഷത്തെ സ്റ്റാറ്റിസ്റ്റിക്സ് എടുത്ത് പരിശോധിച്ചാൽ 153 കേസ് മാത്രമാണ് NDPS ആക്ട് പ്രകാരം കേസെടുത്തിരിക്കുന്നത്. അതേസമയം കേരളത്തെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ 30,000-ഓളം കേസുകൾ വന്നിട്ടുണ്ട് എന്ന് പറയുന്നത് ഒരു വസ്തുതയാണ്. അത് കേരളത്തിലെ പോലീസിന്റെയും എക്സൈസിന്റെയും എല്ലാം തന്നെ മികവാർന്ന പ്രവർത്തനങ്ങളുടെ ഭാഗമായി ഡിറ്റക്ട് ചെയ്യപ്പെടുന്നതാണ്. അല്ലാതെ മറ്റൊരു രീതിയിൽ ഏതെങ്കിലും ഇൻസിഡന്റിന്റെ ഭാഗമായിട്ട് എടുക്കുന്ന കേസുകളല്ല. ആ രൂപത്തിൽ കേരളത്തിലെ യുവത്വത്തെ, വിദ്യാർത്ഥികളെ ആ മയക്കുമരുന്നിന് അടിമപ്പെടാതെ കാത്തുസൂക്ഷിക്കാൻ വേണ്ടിയുള്ള അക്ഷീണമായ പ്രവർത്തനം പോലീസ് നടത്തി വരുന്നുണ്ട്. ആ പ്രവർത്തനം കൂടുതൽ കാര്യക്ഷമമാക്കേണ്ടതുണ്ട്. കേരളത്തിലെ സർക്കാർ തന്നെ അതൊരു വലിയ പ്രോജക്റ്റായി ഇപ്പോൾ ഏറ്റെടുക്കുന്ന സാഹചര്യത്തിൽ അതിൽ നിയമപരമായി അധികാരമുള്ള വിഭാഗങ്ങളിൽ പ്രധാനപ്പെട്ട വിഭാഗം എന്ന നിലയിൽ മുൻനിരയിൽ നിന്ന് പോലീസ് തന്നെ പ്രവർത്തിക്കേണ്ടതായിട്ടുണ്ട്. ആ പ്രവർത്തനങ്ങൾക്കെല്ലാം ജനങ്ങളുടെ സഹായവും സഹകരണവും ലഭ്യമാക്കാൻ കഴിയുന്ന രീതിയിലുള്ള പ്രവർത്തനം നമ്മൾ ഏറ്റെടുക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ പോലീസിന്റെ ഇത്തരം പ്രവർത്തനങ്ങൾ വളരെ കാര്യക്ഷമമായി നടത്തുമ്പോൾ ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ ചെയ്യാൻ കഴിയുന്നതിന്റെ എത്രയോ ഇരട്ടി ഡ്യൂട്ടിയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്നത് അംഗസംഖ്യയുടെ കുറവ് കൊണ്ട് നമ്മൾ അനുഭവിക്കുന്നു. തീർച്ചയായിട്ടും ആ രംഗത്തേക്കടക്കം കൂടുതൽ അംഗബലം അനുവദിപ്പിച്ചെടുക്കാനും അതുപോലെ ഇത്തരം കേസുകൾ അന്വേഷണം നടത്താൻ പോലീസ് സ്റ്റേഷനുകളുടെ പരിമിതി, ഒട്ടേറെ ഇഷ്യൂസ് വന്നുകൊണ്ടിരിക്കുന്ന പോലീസ് സ്റ്റേഷനും ഒരു പക്ഷേ എല്ലാം വിശദമായി അന്വേഷിച്ചു പോകാൻ കഴിയാത്ത ഒരു വല്ലാത്ത അവസ്ഥയുണ്ട് എന്നതും, അതുകൊണ്ട് തന്നെ ഓരോ ജില്ലയിലും ഇപ്പോൾ സൈബർ വിഷയങ്ങൾ അന്വേഷിക്കാൻ ഓരോ ജില്ലയിലും ഓരോ സൈബർ പോലീസ് സ്റ്റേഷൻ വന്നതുപോലെ നാർക്കോട്ടിക് സംബന്ധമായ വലിയ കേസുകൾ അന്വേഷിച്ച് അതിൻ്റെ ഉറവിടത്തിലെത്തി പൂർണ്ണമായും
ആ വരവ് തടയുന്ന ദൗത്യമടക്കം നിറവേറ്റാൻ കേരളത്തിലെ പോലീസ് ജില്ലകളിൽ അത്യാവശ്യം ഒരു NDPS പോലീസ് സ്റ്റേഷനെങ്കിലും നോട്ടിഫൈ ചെയ്തുകൊണ്ട് അത് മാത്രം അന്വേഷിക്കുന്ന ഒരു യൂണിറ്റാക്കി അതിനെ മാറ്റിയെടുക്കാൻ കഴിയുന്ന തലത്തിലേക്കുള്ള മാറ്റമടക്കം ഈ സമ്മേളനം ചർച്ച ചെയ്യപ്പെടുന്നുണ്ട്. തീർച്ചയായിട്ടും കേരളത്തിലെ പോലീസ് സമൂഹത്തിൻ്റെ ഭാഗമായിട്ട് നിൽക്കുന്നവരാണെങ്കിലും ഞങ്ങളും ഈ നാട്ടിലെ സമൂഹത്തോടൊപ്പമുള്ളവരാണ്. ഞങ്ങളുടെയും മക്കൾ ഈ നാട്ടിലെ കുട്ടികൾക്കൊപ്പമാണ് കഴിയുന്നത്. അതുകൊണ്ട് തന്നെ ഈ മയക്കുമരുന്നിൻ്റെ അപകടാവസ്ഥയിൽ നിന്ന് ഈ നാട്ടിലെ ജനങ്ങളെ സംരക്ഷിക്കുക, യുവത്വത്തെ സംരക്ഷിക്കുക എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ കൂടി കുട്ടികളെ സംരക്ഷിക്കുക എന്ന് തന്നെയാണ് നമ്മൾ ലക്ഷ്യം വയ്ക്കുന്നത്. അതിന് അധികാരമുള്ള രക്ഷിതാക്കൾ എന്ന് പറയുന്നതാണ് പോലീസ് ഓഫീസർമാർ. ആ അധികാരം കൃത്യമായി വിനിയോഗിച്ചുകൊണ്ട് ഈ വലിയ വ്യാധിയിൽ നിന്ന് ഈ കേരളത്തെ രക്ഷപ്പെടുത്തുവാൻ വേണ്ടി മുൻനിര പോരാളികളായിട്ട് മാറണം എന്ന സന്ദേശം ഈ സമ്മേളനം ഉയർത്തിപ്പിടിക്കുന്ന കാര്യത്തിൽ ഒരു സംശയം. ഇതിലിപ്പോ ഏറ്റവും പ്രയാസം അനുഭവപ്പെടുന്നത് ഡ്യൂട്ടിയിൽ ഉണ്ടായിരിക്കുന്ന പോലീസുകാരാണ്. അവർ പെൻഷനായി കഴിഞ്ഞാൽ പിന്നെ അനുഭവിക്കുന്നത് ഇവരിൽ നിന്നുള്ളൊരു വധഭീഷണി മറ്റുമാണ്. അതിന് എന്തെങ്കിലും ഒരു സുരക്ഷാ സംവിധാനം ഈ സമ്മേളനം വഴി ലക്ഷ്യം വെക്കുകയും അത് സർക്കാരിനെ അല്ലെങ്കിൽ ബോധ്യപ്പെടുകയും ചെയ്യുന്നുണ്ടോ? ഔദ്യോഗിക കൃത്യനിർവഹണത്തിന്റെ ഭാഗമായി ജോലി ചെയ്തതിന്റെ പേരിൽ ഭീഷണി നേരിടുന്ന ഒരു സാഹചര്യം അത്യപൂർവങ്ങളിൽ അപൂർവം മാത്രമേ കേരളത്തിലുണ്ടാകാറുള്ളൂ. അത്തരത്തിൽ ഗൗരവമായ ഒന്നും തന്നെ നാളെ വരെ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടില്ല. ഞങ്ങളുമൊക്കെ നാളെ റിട്ടയർ ചെയ്ത് പോകേണ്ടവരാണ്. പുതിയ തലമുറ വന്നുകൊണ്ടേയിരിക്കും. അത്തരക്കാർക്കുള്ള പ്രൊട്ടക്ഷൻ കൃത്യമായി ഡിപ്പാർട്ട്മെന്റ് ഉറപ്പാക്കുമെന്ന കാര്യത്തിൽ ഞങ്ങൾക്കൊരു സംശയവുമില്ല. കേരളത്തിൽ ഇതുവരെയും അത്തരമൊരു സാഹചര്യം ഉണ്ടായിട്ടില്ല. അങ്ങനെ ഭയന്ന് പ്രവർത്തിക്കുന്ന ഒരു പോലീസും അല്ല കേരള പോലീസ്. മുമ്പിൽ വരുന്നതിന് വളരെ ആർജവത്തോടെ ഈ നാടിന് വേണ്ടി പ്രവർത്തിക്കുന്നവരാണെന്നുള്ള ബോധ്യത്തോടെ തന്നെ പ്രവർത്തിക്കുന്നവരാണ് കേരളത്തിലെ പോലീസ്. അതിനി ആ രൂപത്തിൽ തന്നെ മുമ്പോട്ട് പോകുന്നത്. എങ്ങനെയാണ്? തീർച്ചയായിട്ടും ഇത് തന്നെയാണ് പറയാനുള്ളത്. ആ ആർജവം, അതിനുള്ള മറുപടിയായി ജനങ്ങളുടെ വലിയ ഒരു വിശ്വാസവും സ്നേഹവും കേരളത്തിലെ പോലീസിന് ഇപ്പോൾ ലഭിക്കുന്നുണ്ട്. നമ്മുടെ ഈ സമ്മേളനത്തിൽ ഉയർന്നു വരാൻ പോകുന്ന ഏറ്റവും വലിയൊരു വിഷയം ഇപ്പോൾ നമ്മുടെ ജനറൽ സെക്രട്ടറിയോട് സൂചിപ്പിച്ച ആ കാര്യം തന്നെയാണ്. നമ്മൾ സംസ്ഥാനമൊട്ടാകെ അത് യുവതയ്ക്കായി കൈകടക്കാം എന്ന ഒരു പ്രത്യേക പദ്ധതി തന്നെ രൂപീകരിച്ചുകൊണ്ട് കേരളത്തിൻ്റെ എല്ലാ ജില്ലകളിലും ഈ മയക്കുമരുന്നിനെതിരായിട്ടുള്ള പോരാട്ടത്തിൽ വളരെ ശക്തമായിട്ടുള്ളൊരു സമീപനം സ്വീകരിക്കുന്നതിനാണ് സംഘടന ഇപ്പോൾ തീരുമാനിച്ചിട്ടുള്ളത്. അത് ഈ വളരെ ഫലപ്രദമായി തന്നെ ഈ സമ്മേളനത്തിൽ നമ്മൾ ഉയർത്തിക്കൊണ്ടുവരികയും ചെയ്യും. എത്ര പേര് ഈ ഒരു സമ്മേളനത്തിൽ പങ്കെടുക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്? പൊതുജനങ്ങൾ ഉൾപ്പെടുത്തുന്നുണ്ടോ അതോ പോലീസ് ഡിപ്പാർട്ട്മെന്റിലുള്ള ആളുകൾ മാത്രം തന്നെ ആയിരിക്കും? നമ്മുടെ ഈ സമ്മേളനം എന്ന് പറയുന്നത് മറ്റു സർവീസ് സംഘടനകൾക്ക് വ്യത്യസ്തമായിട്ടുള്ളതാണ്. ചില പരിമിതികളുടെ അടിസ്ഥാനത്തിൽ പ്രവർത്തിക്കുന്ന സംഘടനാ സംവിധാനം എന്ന നിലയ്ക്ക് നമ്മളിപ്പോൾ 2 ദിവസത്തെ പ്രതിനിധി സമ്മേളനമാണ്. അത് ഓരോ ജില്ലകളിൽ നിന്നും തെരഞ്ഞെടുക്കപ്പെടുന്ന പ്രതിനിധികളാണ്. 550ഓളം വരുന്ന പ്രതിനിധികളാണ് 2 ദിവസത്തെ സമ്മേളനത്തിൽ പങ്കെടുക്കുന്നത്. 3-ാം ദിവസം പൊതുസമ്മേളനമാണ്. ആ പൊതുസമ്മേളനത്തിൽ എത്താൻ കഴിയുന്ന കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെയുള്ള എല്ലാ ജില്ലകളിലെ എല്ലാ സംഘടനാംഗങ്ങളും, അതുപോലെ തന്നെ നമ്മുടെ സഹോദര സംഘടനകളായിട്ടുള്ള പോലീസ് അസോസിയേഷൻ്റെയും അതുപോലെ തന്നെ സർവീസ് സീനിയർ പോലീസ് ഓഫീസേഴ്സ് അസോസിയേഷൻ്റെയും ഒക്കെ പ്രവർത്തകർ, സംഘടനാ അംഗങ്ങൾ ആ സമ്മേളനത്തിൽ പങ്കെടുക്കും. അതിൽ ജനപ്രതിനിധികളടക്കം ഞങ്ങളുടെ ഉന്നത ഡിപ്പാർട്ട്മെൻറ്റ് മേലധികാരികൾ ഉൾപ്പെടെയുള്ള ആളുകൾ ആ സമ്മേളനത്തിൽ പങ്കെടുത്തുകൊണ്ടാണ് നമ്മൾ ആ 3 ദിവസത്തെ സമ്മേളനം നടത്താൻ ആലോചിച്ചത്. ഓക്കെ, അപ്പോൾ എന്തായാലും ഈ ഒരു പോലീസ് സമ്മേളനത്തിന് പ്രത്യേക അഭിനന്ദനം മലയാള ജനതാ ന്യൂസിന്റെ അഭിനന്ദനം കൂടി അറിയിക്കുകയാണ്. ഓക്കെ, താങ്ക് യു. അപ്പോൾ പ്രേക്ഷകർ കാണുന്ന പോലെ ഒരു വലിയൊരു സമ്മേളനത്തിനും അതോടൊപ്പം തന്നെ ശുഭപ്രതീക്ഷയിലുമാണ് ഈ ഒരു സമ്മേളനം ഇവിടെ നടക്കുന്നത്. ഇതിന്റെ ഉദ്ഘാടനമാണ് ഇപ്പോൾ മന്ത്രി വി ശിവൻകുട്ടി ഉദ്ഘാടനം നിർവഹിച്ചു കഴിഞ്ഞത്. അതിൽ വിരമിക്കുന്ന പോലീസ് ഉദ്യോഗസ്ഥർക്കുള്ള ചില ഉപഹാരം അത് ഇവിടെ സമർപ്പിക്കുന്ന ഒരു അവസ്ഥയും കൂടെ ഉണ്ട്. അതിന്റെ ഒരു സമ്മേളനമാണ്, സമ്മേളനത്തിന്റെ സ്വാഗത രൂപീകരണമാണ് ഇപ്പോൾ തൈക്കാട് ഗസ്റ്റ് ഹൗസ് പോലീസ് കോർപ്പറേഷൻ നടക്കുന്നത്. അതിന്റെ ലൈവാണ് നേരത്തെ ടെലികാസ്റ്റ് ചെയ്തത്. അതിൽ മന്ത്രി വി ശിവൻകുട്ടി അതിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു കഴിഞ്ഞു. ഏകദേശം പോലീസ് ഓഫീസർ ഇവിടെ എത്തിയിട്ടുണ്ട്. അതിന്റെ ലൈവാണ് നേരത്തെ പ്രേക്ഷകർ. അതിന്റെ വിശദീകരണമാണ് ഇപ്പോൾ ഇവിടെയുള്ള പോലീസ് ഓഫീസേഴ്സും അതോടൊപ്പം തന്നെ ഇതിന്റെ സെക്രട്ടറി നമ്മൾ പങ്കുവച്ചത്. നമുക്ക് എന്തായാലും അതിന്റെ ചെറിയൊരു ഭാഗം കൂടി എന്ന് കണ്ട് ഇത് ലൈവ് വൈൻഡപ്പ് ചെയ്യാം. പോലീസ് സംഘടനകളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയ ഒരു അംഗീകാരമാണ് ഇന്ന് ഈ വേദി നമുക്ക് ലഭിച്ചത്. നമ്മുടെ ഏറ്റവും മുതിർന്ന ഉദ്യോഗസ്ഥൻ ആയ പ്രിയപ്പെട്ട ശാംസുന്ദർ സാർ IPS, അദ്ദേഹം ഒരു ദശാബ്ദക്കാലം കേരളത്തിന് പുറത്ത് ജോലി ചെയ്ത ഉദ്യോഗസ്ഥനാണ്. അവിടെ ആന്ധ്രയിലും തെലങ്കാനയിലുമായി 10 വർഷത്തിലേറെ ജോലി ചെയ്ത ഉദ്യോഗസ്ഥൻ. അവിടെ സാധാരണ മുതിർന്ന ഉദ്യോഗസ്ഥർക്ക് ഒരു വിധത്തിൽ പ്രഷർ കൊടുക്കാൻ സംഘടനകൾ ഇല്ലാത്ത ഒരു സ്ഥലമാണ്. ആ സ്ഥലത്ത് ജോലി ചെയ്ത ഉദ്യോഗസ്ഥൻ കേരളത്തിൽ വന്നിട്ട് കേരളത്തിലെ പോലീസ് സംഘടനകൾ ഏറ്റവും നിലവാർന്ന രീതിയിൽ പ്രവർത്തിക്കുന്നു എന്ന് പറയുമ്പോൾ തന്നെ ഈ കേരളത്തിലെ പോലീസ് സംഘടനകളുടെ പ്രവർത്തനത്തിന് ഇതിൽ കൂടുതൽ ഒരു അംഗീകാരം ഇനി കിട്ടാനില്ല എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഏറ്റവും ജനകീയമായി നിന്നുകൊണ്ട് മനുഷ്യത്വപരമായി ചിന്തിക്കുന്ന ഒരു ഉദ്യോഗസ്ഥനായതുകൊണ്ട് തന്നെ അദ്ദേഹം ഇവിടെ സൂചിപ്പിച്ച 1-2 ഉദാഹരണങ്ങൾ. പ്രഷർ
സമ്മർദ്ദങ്ങൾ കഴിവപ്പെടാതെ, സാധാരണ മീഡിയ സമ്മർദ്ദങ്ങൾ, മീഡിയ ട്രയലിന് അനുഭവപ്പെടാത്ത രീതിയിലുള്ള ഒരു തീരുമാനം എടുത്ത കാര്യങ്ങളൊക്കെ അദ്ദേഹം സൂചിപ്പിച്ചു. നമ്മൾ ഏറ്റവും ദോഷകരമായി നമ്മൾ അഭിമുഖീകരിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വിഷയമാണ് കൂടിച്ചേർന്ന് ആക്രമിക്കുക എന്നുള്ളത്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട മുന്നിൽ നിൽക്കുന്ന ഒരു വിഭാഗമാണ് മീഡിയ. അത്തരം സമ്മർദ്ദങ്ങൾ നമ്മൾ പല വിധത്തിൽ പല സമ്മേളനങ്ങളും ചർച്ച ചെയ്തിട്ടുണ്ട്. എന്നാലും ഗവൺമെന്റ് ഡിപ്പാർട്ട്മെന്റ് ഇപ്പോഴത്തെ തീരുമാനം എന്ന് പറയുന്നത് ഇത്തരത്തിലുള്ള കൂടിച്ചേർന്ന ആക്രമണങ്ങൾ, മീഡിയ ട്രയലുകൾ, മാധ്യമ വിചാരണകൾ അത് കൃത്യമായി അന്വേഷിച്ചതിനു ശേഷം അതിനകത്ത് വസ്തുതയുണ്ടെങ്കിൽ മാത്രം നടപടിയെടുക്കുന്ന രീതിയിലേക്ക് സർക്കാരും ഡിപ്പാർട്ട്മെന്റും മാറി എന്നുള്ളത് കേരളത്തിലെ പോലീസ് സംഘടനകളുടെ പ്രവർത്തനത്തിന്റെ ഭാഗമാണ്. അപ്പൊ അത്തരം തീരുമാനമെടുക്കുന്ന ഉദ്യോഗസ്ഥർ കൂടി ഉള്ളത് കൊണ്ടാണ് ഈ കേരളത്തിൽ എല്ലാ മേഖലകളിലും നമ്മൾ ഒന്നാമതായി നിൽക്കുന്നത്. ഇതുപോലെ തന്നെ പൊതുസമൂഹത്തിലും മെജോറിറ്റിയുള്ള പൊതുസമൂഹവും ഈ രീതിയിൽ ചിന്തിക്കുന്നവരാണ്. നമ്മൾ ഒരു കാണാൻ പറ്റൂ എന്ന് കേൾക്കുമ്പോൾ കയറെടുക്കുന്ന ഒരു സമൂഹം അല്ലാതെ ഒരു മെജോറിറ്റി ആയിട്ടുള്ള സമൂഹം കൃത്യമായി അവലോകനം ചെയ്ത് കാര്യങ്ങൾ അറിഞ്ഞ് ചിന്തിക്കുന്ന ഒരു സമൂഹം ഉള്ളത് കൊണ്ടാണ് എല്ലാ മേഖലയിലും കേരളം ഇന്ന് നമ്പർ 1 ആയി നിൽക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് വളരെ പരിമിതികൾക്കിടയിലും ഏറ്റവും കൂടുതൽ അടിസ്ഥാന സൗകര്യങ്ങൾ കുറഞ്ഞ മേഖലയായ പോലീസ് ഡിപ്പാർട്ട്മെന്റിൽ ആ പരിമിതിക്കുള്ളിൽ നിന്നുകൊണ്ട് മികച്ച രീതിയിലുള്ള പ്രവർത്തനം കാഴ്ചവെക്കാൻ കഴിയുന്നതും ഇന്ത്യയിലെ നമ്പർ 1 പോലീസായി കേരള പോലീസിനെ മാറ്റാൻ പുതുപുതിയ തരത്തിലുള്ള പ്രവർത്തനങ്ങൾ നടത്താൻ കഴിയുന്നതും പോലീസ് സംഘടനകളുടെയും പോലീസ് ഡിപ്പാർട്ട്മെന്റിന്റെയും കാലാകാലങ്ങളായി പുരോഗമനങ്ങളായി ചിന്തിക്കുന്ന സർക്കാരുകളുടെയും നിലപാടുകൾ കൊണ്ട് മാത്രമാണ്. ഇത്തരം നിലപാടുകൾ ഉണ്ടാകുന്നത് നമ്മുടെ പോലീസ് സംഘടനകളുടെ സമ്മേളനങ്ങളിൽ നമ്മൾ ഉണ്ടാക്കിയെടുക്കുന്ന സമ്മേളനങ്ങൾ രൂപപ്പെടുത്തിയെടുക്കുന്ന നിർദ്ദേശങ്ങളും നയപരമായ തീരുമാനങ്ങളും നമ്മുടെ പ്രപ്പോസലുകളും അടങ്ങിയിട്ടുള്ള കാര്യങ്ങൾ ഗവൺമെന്റ് ഡിപ്പാർട്ട്മെന്റിന്റെ മുന്നിൽ സമർപ്പിക്കുകയും അതിന്റെ കാതലായ വിഷയങ്ങൾ ചർച്ച ചെയ്തുകൊണ്ട് അത് നടപ്പിൽ വരുത്തുകയും ചെയ്യുന്ന രീതിയായതുകൊണ്ടാണ് നമുക്ക് ഇക്കാര്യത്തിൽ മുന്നേറാൻ കഴിയുന്നത് എന്നുകൊണ്ടാണ് ഈ ആമുഖമായി ഈ സമ്മേളനം സംബന്ധിച്ച് ഈ സമ്മേളന ശോഭ സംബന്ധിച്ച് എനിക്ക് സൂചിപ്പിക്കാറുള്ളത്. രണ്ടാമത്തെ എവിടെ നടക്കുന്ന പരിപാടിയാണ് യാത്രയായിരുന്നു. ഇവിടെ ഔസേഫ് സാറും സുജിത് സാറും കുമാരൻ സാറും ഒക്കെ നമ്മൾ വളരെ വർഷങ്ങളായി പരിചയിച്ചിരുന്ന ആളുകളാണ്. ഏറ്റവും കൂടുതൽ ആത്മബന്ധമുള്ള ആളുകളാണ് ഈ 4 പേര് എന്ന് പറയുന്നത്. ഏറ്റവും കൂടുതൽ ആത്മബന്ധം എനിക്ക് വ്യക്തിപരമായുള്ളത് ഔസേഫ് സാറും സുജിത് സാറും ഒക്കെ ആണ്. കുമാരൻ സാറും അത്രത്തോളം അടുപ്പമില്ല എങ്കിൽ പോലും അദ്ദേഹത്തിനെയും വളരെ വർഷങ്ങളായി നമുക്ക് നേരത്തെ അറിയാവുന്നതാണ്. സംഘടനാ പ്രവർത്തനങ്ങളായ അവരുടെ ജില്ലകളിലേക്ക് പോകുമ്പോൾ നമ്മുടെ KPA KPOയെ വ്യത്യാസമില്ലാതെ വളരെ സ്നേഹ ഊഷ്മളതയോട് നമ്മളെ സ്വീകരിക്കുകയും നമ്മുടെ കാര്യങ്ങൾ നമുക്ക് എന്തെങ്കിലും തെറ്റുകളുണ്ട് എങ്കിൽ അല്ലെങ്കിൽ എന്തെങ്കിലും ചെയ്യേണ്ടതുണ്ട് എങ്കിൽ നിർദ്ദേശങ്ങളായും വിമർശനങ്ങളായും സ്വരൂപേണ നമ്മുടെ അടുത്ത് പറഞ്ഞു തരുന്നതുമായ 4 നേതാക്കന്മാരാണ് ഈ മാർച്ച് 31 വരുന്നത്. KPOയെ സംബന്ധിച്ചിടത്തോളം നഷ്ടമാണ് എങ്കിലും KPAയെ സംബന്ധിച്ചിടത്തോളം ഇവരുടെ വിയോഗം എന്ന് പറയുന്നത് KPA എന്ന സംഘടനയ്ക്ക് തീരാൻ നഷ്ടമായി മാറുന്ന ഒരു സാഹചര്യമുണ്ട്. അത്രത്തോളം ഇടുക്കി ചേർന്ന് പ്രവർത്തിക്കുന്ന ആളുകളാണ് ഈ KPA KPOയെ വ്യത്യാസമില്ലാതെ നേതൃത്വത്തിലും നമ്മളെ പ്രവർത്തിക്കുന്നത്. അതുകൊണ്ട് അവരുടെ ഔദ്യോഗിക ജീവിതത്തിൽ എന്ന പോലെ അവരുടെ ഔദ്യോഗികത്തിൽ തിളങ്ങിയതുപോലെ അവരുടെ റിട്ടയർമെന്റ് ജീവിതത്തിലും കൃത്യമായി അവർക്ക് തിളങ്ങാൻ കഴിയട്ടെ എന്ന് മാത്രം ആശംസിച്ചുകൊണ്ട് കേരള പോലീസ് അസോസിയേഷൻ സംസ്ഥാന കമ്മിറ്റിക്ക് വേണ്ടി എല്ലാവിധ ഭാവങ്ങളും അവരുടെ റിട്ടയർമെന്റ് ജീവിതത്തിൽ ഉണ്ടാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഈ സ്രോതസ്സിന്റെ രൂപീകരണത്തിനും എല്ലാവിധ ഭാവങ്ങളും നടന്നുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. നന്ദി പ്രിയപ്പെട്ട സുധീർ. ആശംസകൾ അർപ്പിക്കുന്നതിനായി KPOയുടെ സംസ്ഥാന വൈസ് പ്രസിഡന്റ് പ്രിയപ്പെട്ട ശ്രീ പ്രേംജിയെ ക്ഷണിക്കുന്നു. യോഗത്തിന്റെ അധ്യക്ഷൻ സംസ്ഥാന പ്രസിഡന്റ് ശ്രീ ആർ പ്രശാന്ത് സാറ്, വേദിയിലുള്ള ശ്രീ സുധീർ ഖാൻ, ശ്രീ പൃഥ്വിരാജ് സാറ്, ശ്രീ ചന്ദ്രശേഖരൻ, ശ്രീ മഹേഷ്, ശ്രീ രമേശൻ, കഴിഞ്ഞ മാസം 30-ാം തീയതി സർവീസിൽ നിന്ന് നിർമ്മിച്ച പ്രിയപ്പെട്ട ഔസേപ്പ്, സുജിത്ത്, ശ്രീ സുനി, ശ്രീ കുമാരൻ, KPAയുടെ സംസ്ഥാന ജനറൽ സെക്രട്ടറി ശ്രീ പ്രദീപൻ അടക്കമുള്ള KPA സംഘടനാ പ്രവർത്തകരെ സുഹൃത്തുക്കളെ,